52 വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന ആഗ്രഹമുണ്ടാകുക, ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യുക, പിന്നീട് ദാരുണാന്ത്യം സംഭവിക്കുക. അങ്ങനെ ഒരു കാര്യമാണ് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കാരക്കോണത്തുള്ള ശാഖാകുമാരി എന്ന 52കാരിക്ക് ഉണ്ടായത്. ഇവർ അമ്മയ്ക്കൊപ്പമായിരുന്നു അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത്. 3 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇതിൽ 2 പേർ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. എന്തുകൊണ്ടോ ചെറുപ്പ സമയത്ത് യൗവനകാലത്ത് വിവാഹിതയാകാൻ ശാഖാകുമാരിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. അമ്മ ഫിലോമിനയും ശാഖാകുമാരിയും വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യം. കുടുംബപരമായി തന്നെ വലിയ സമ്പത്തുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇവരുടേത്. ശാഖാകുമാരിക്ക് ഈ കൊല്ലപ്പെടുമ്പോൾ പോലീസ് പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 7 ഏക്കർ സ്ഥലം അവരുടെ തന്നെ പേരിലുണ്ട്. ഈ അരുൺ എന്ന ഒരു ചെറുപ്പക്കാരനുമായാണ് ഇവർ അടുപ്പത്തിലാകുന്നത്. ഈ കുഞ്ഞ് വേണമെന്ന ആഗ്രഹം ആ സമയത്ത് ഈ അരുൺ വിവാഹം ചെയ്യാൻ വേണ്ടി ഇവരോട് ഡിമാൻഡ് ചെയ്യുന്നത് ഏതാണ്ട് 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവുമാണ്. അതാണ് അവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലം. ഇനി അരുണിനെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാം. ആശുപത്രിയിൽ വെച്ചാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടിയത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ആ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നതും അങ്ങനെയൊക്കെയാണ്. ഇവർ പരിചയപ്പെടുന്നു. അരുണിൻ്റെ പ്രായം 28 വയസ്സാണ്. അതായത് ശാഖാകുമാരിക്ക് 52 വയസ്സുള്ളപ്പോൾ അവർ പരിചയപ്പെടുന്നത്, അവരുടെ ഒരു പാർട്ട്ണറായി അവർ മനസ്സിൽ സങ്കല്പിക്കുന്നത് അവർ പരിചയപ്പെട്ട അരുണിനെയാണ്. പക്ഷേ അരുണിന് 28 വയസ്സ് മാത്രമാണുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹം അതൊക്കെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പക്വതയോടുകൂടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ചിന്തകൾ ഒരുപക്ഷെ കാണുന്നവരുടെ മനസ്സിലുണ്ടാകും. ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരാളെ പ്രണയിച്ചത് ശരിയാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സദാചാര പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാം. ഏതായിരുന്നാലും ശാഖാകുമാരി ഈ ചെറുപ്പക്കാരനുമായി അടുക്കുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരന് ഇവരുടെ സ്വത്തിലാണ് നോട്ടം എന്ന കാര്യമാണ് പിന്നീട് അന്വേഷണത്തിൽ വെളിപ്പെടുന്നത്. 2020 ഒക്ടോബർ 29 ഇവരുടെ വിവാഹം. 2 മാസം കഴിയുമ്പോഴേക്കും ഇവർ കൊല ചെയ്യപ്പെടുകയാണ്. ഒരു ക്രിസ്മസ് രാത്രിയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിന് കാരണമായത് അരുൺ ഈ വിവാഹം വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു, വളരെ ഗോപ്യമാക്കി വെച്ചിരുന്നു. തൻ്റെ വീട്ടുകാരൊന്നും അറിയാത്ത തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരുപക്ഷെ ഇത്രയും പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന കാര്യം പുറത്തെറിഞ്ഞാൽ സമൂഹം തന്നെ കളിയാക്കും, അങ്ങനെ നാണക്കേട് നേരിടേണ്ടി വരും എന്നൊക്കെയുള്ള ഭീതി കൊണ്ടാകണം ആ ചെറുപ്പക്കാരൻ ഈ വിവരം മറച്ചു വെച്ചു. അത് പറയാൻ കാരണം, ഇവരുടെ വിവാഹം നടക്കുമ്പോൾ ഈ അരുണിൻ്റെ ഭാഗത്തു നിന്ന്, അരുണിനോടൊപ്പം വരൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ഒരു സുഹൃത്ത് മാത്രമാണ്, മറ്റൊരു ചെറുപ്പക്കാരൻ മാത്രമാണ് അരുണിനൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ശാഖാകുമാരിയുടെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മറ്റ് ബന്ധുക്കളുമൊക്കെ തന്നെ കുറച്ച് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരാണ്. ശാഖാകുമാരി ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ ഒരു ആഗ്രഹമാണ് അവർക്കുള്ളതെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ വീട്ടുകാരൊക്കെ ബന്ധുക്കളൊക്കെ സഹകരിക്കുകയും ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. പല ഫോട്ടോസും ബന്ധുക്കൾ എടുത്തിരുന്നു. ഈ ചിത്രങ്ങൾ ബന്ധുക്കളിൽ പലരും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. അവർ അത് ഒരു ആഹ്ലാദം എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം നടന്നതിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ അവർ പുറത്തുവിട്ട ചിത്രങ്ങളാണ്. പക്ഷേ ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ അരുണിന് വലിയ പ്രശ്നമായി. സ്വാഭാവികമായും വീട്ടിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. താൻ അത് പറഞ്ഞിരുന്നതാണ്, ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരരുത് എന്ന കാര്യം. പക്ഷേ അത് പുറത്തു വന്നതോടുകൂടിയുള്ള അരുണിൻ്റെ പെരുമാറ്റം കൂടുതൽ കഠിനമായി മാറി എന്ന് വേണം കരുതാൻ. മാത്രമല്ല വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നടന്നിരുന്നതായി ആ വീട്ടിൽ ജോലിക്ക് നിന്ന ആൾ പിന്നീട് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഏതായിരുന്നാലും ഡിസംബർ 25 അന്ന് ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ നടന്നു. ഇവരുടെ വീട്ടിൽ ബന്ധുക്കളൊക്കെ വന്നിരുന്നു. അതിനുശേഷം ബന്ധുക്കളെല്ലാം തന്നെ തിരികെ അവരുടെ വീടുകളിലേക്ക് പോയി. ഈ സമയത്ത് അരുൺ അവിടെ ഒരു കയ്യാങ്കളിയിൽ ഏർപ്പെടുകയാണ്. ശാഖാകുമാരിയെ കിടക്കയിലേക്ക് തള്ളിയിടുകയും അവർ ബോധരഹിതരാകുകയും പിന്നീട് ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് കോടതിക്ക് മുന്നിലെത്തിയ കുറ്റപത്രത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ വൈദ്യുതി ആഘാതത്തിൽ അവർക്ക് മരണം സംഭവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് അടിസ്ഥാനമായത് അരുൺ ഒരു ഇലക്ട്രീഷ്യനാണ്. ഈ ആശുപത്രിയിൽ അയാൾ അവിടെ ജീവനക്കാരനായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്ന വിവരങ്ങൾ കൂടി പിന്നീട് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഈ അരുണിന് അറിയാവുന്ന രീതി അനുസരിച്ച് ശാഖാകുമാരിയെ കൊല്ലാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ആയിരുന്നു ഈ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ പുറത്തു വന്ന വസ്തുതകൾ. ഏതായിരുന്നാലും
ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ അരുൺ മറ്റൊരു അറ്റംപ്റ്റ് കൂടി നടത്തിയിരുന്നു എന്ന വിവരം കൂടി പുറത്തു വന്നു. അത് ഒരു ഓവൻ അവിടെ നന്നാക്കുന്ന സമയത്ത് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വയറും മറ്റു കാര്യങ്ങളുമൊക്കെ ശാഖാകുമാരിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഇയാൾ വളരെ സൂത്രത്തിൽ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു എന്നതാണ്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുകയും പക്ഷേ തലനാരിഴയ്ക്ക് അന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതും ആ വീട്ടിലെ ജോലിക്കാരിയാണ് പിന്നീട് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. അങ്ങനെ നേരത്തെ തന്നെ ഒരു ശ്രമം നടത്തുന്നു. 2 മാസം കൊണ്ട് ഈ കൊലപാതകം നടത്തി ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കുക. കാരണം നിയമപരമായി ഭർത്താവായി, അതുകൊണ്ട് തന്നെ ഒരു ആഘാതം മൂലമുള്ള ഒരു മരണം സംഭവിക്കുന്നു. അതൊരു സ്വാഭാവിക മരണമായി ആളുകൾ കാണുകയും എന്നാൽ രേഖകളിൽ ഭർത്താവായതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടും എന്ന ഒരു ഗൂഢോദ്ദേശം കൂടി ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും അതെല്ലാം തന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പൊളിയുകയും ചെയ്തു. മാത്രമല്ല ഈ മരണം സംഭവിച്ച മൃതദേഹം കാണുമ്പോൾ അതിൽ കുറേ വയറുകളൊക്കെ ഇട്ടിരുന്നു. LED ബൾബുകളുടെ വയറൊക്കെ ഈ ശരീരത്തിലിട്ടിരുന്നു. കാരണം ഇവർ അത് ഊരി മാറ്റുന്ന സമയത്ത് ഇവർക്ക് വൈദ്യുതാഘാതം ഏറ്റു എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നതിന് വേണ്ടി, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ നീക്കം നടത്തിയതെന്ന കാര്യങ്ങളൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പിന്നീട് പുറത്തു വന്നത്. ആ പരാതി നൽകിയത്, ഈ മരണം സംബന്ധിച്ചുള്ള പരാതി നൽകിയതും മറ്റൊരു ബന്ധുവായിരുന്നു. ആ ദിവസം അരുൺ വീട്ടിലുണ്ടായിരുന്നതാണ്. ശാഖാകുമാരിയുടെ അമ്മ ഫിലോമിനയും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി നൽകാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. അപ്പോൾ കൊലപാതകം പൂർണ്ണമായും മറച്ചു വയ്ക്കാനുള്ളൊരു നീക്കം ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. ഏതായിരുന്നാലും ഇങ്ങനെ 2 അറ്റംപ്റ്റ് നടത്തുകയും 2ാമത്തെ അറ്റംപ്റ്റിൽ തലയിലൂടെയും അതോടൊപ്പം തന്നെ കൈകളിലൂടെയും ഒക്കെയാണ് വൈദ്യുതി ശരീരത്തിലേക്ക് കടത്തിവിട്ടത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുന്ന ഒരു നിലയുണ്ടായി. അങ്ങനെ 2020 തലസ്ഥാനത്ത് നടന്ന ഒരു ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു ശാഖാകുമാരിയുടേത്.